ഹായ്, കുറേ പേർക്കൊക്കെ സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആരി വർക്ക് പഠിക്കാം. മുൻപ് ഞാൻ കുറേ ആയി പറയുന്നു, ഞാൻ പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നതാണ്, ഇത് പഠിപ്പിച്ചു തരുമോ ചേച്ചി, പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അങ്ങനെയൊക്കെ. അതല്ല, ഞാൻ ഒരു തവണ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ സ്റ്റോറേജ് ഇഷ്യൂ കാരണം ആ വീഡിയോ എൻ്റെ എങ്ങനെയോ പോയി, അതാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറയുന്നതിൽ വലിയ പ്രോ ആയിട്ടുള്ളതൊന്നും ആരും വിചാരിക്കേണ്ട. ഞാനിത് ഒറ്റയ്ക്കാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അല്ലാതെ കുറേ എണ്ണം ഉണ്ട് ത്രെഡ് വെച്ചിട്ടുള്ളത്, സർദോസിയുടെ, അതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. അപ്പോൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ട. ബേസിക് ആയിട്ട് എന്തായാലും ഈ ഒരു വീഡിയോ എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെങ്ങോട്ടാണ് നോക്കുക എന്നുള്ളത് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കൽ കുറവാണ്. ഞാൻ സ്ട്രൈറ്റ് ആയി വെച്ചിട്ടാണ് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എല്ലാം എടുക്കാറുള്ളൂ. അപ്പോൾ അതാണ് മെയിനായിട്ടും എടുക്കാറ്. അപ്പോൾ നമുക്ക് എന്തായാലും ആരി വർക്ക് പഠിക്കാം. ആരി വർക്കിന് യൂസ് ചെയ്യുന്ന നീഡിൽസിനെ കുറിച്ചിട്ട് ഞാൻ മുൻപ് ഒരു ഷോർട്ടിൽ എന്തോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനത്തെ നീഡിൽ കുറവാണ്. ഞാൻ മെയിനായിട്ടും അയൺ നീഡിൽസാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഇത് മാസ്കിംഗ് ടൈപ്പ് ഇല്ല, അത് വെച്ചിട്ട് അതിങ്ങനെ എനിക്കൊന്നും കൂടി നല്ല, കാണുമ്പോൾ വലിയ വൃത്തിയില്ല, എന്നാലും എനിക്കിത് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട് ഞാൻ മാസ്കിംഗ് ടൈപ്പ് വെച്ചിട്ടാണ് ഇത് ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അയൺ നീഡിലാണ്. ഇതാണ് ടുലിപ്പിൻ്റെ നീഡിൽ. ഇത് നീഡിൽ നമ്പർ 23 ആണ്. എൻ്റെ കയ്യിൽ 14 ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ 14, 24 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ കാണാനില്ല. ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. ബേസിക് തൊട്ടിട്ടാണ് ഇപ്പം ഞാൻ, ബേസിക് എന്ന് പറയുമ്പോൾ ഇതിലും ബേസിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് ഒരുവിധം ബേസിക് തൊട്ടിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ അതെ, ഇത് സരി ത്രെഡാണ്. ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക ഇതാണ്. ശരിക്കും ഇത് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്ന പോലെയല്ല, ഇങ്ങനെ ലൈവായിട്ട് ഇരുന്നിട്ട് പറയുമ്പോൾ നല്ല പ്രശ്നം തോന്നുന്നു എനിക്ക്. പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സരി ത്രെഡ് വേണം. പിന്നെ ഒരു പഠിക്കാനല്ലേ, അപ്പോൾ ഒരു എംബ്രോയിഡറി റിങ് ഉണ്ടായാൽ മതി. പിന്നെ ഒരു കോട്ടൺ ബേസിലുള്ള ക്ലോത്താണ്, ഞാൻ 2x2 ഒരു ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് പോപ്ലിൻ ക്ലോത്ത് ഉണ്ടാവും, അതിലൊക്കെ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ പോപ്ലിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ 2x2 ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മുൻപ് എന്താ പറയുക, ബീഡ്സ് വാങ്ങിയ സമയത്ത് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. അതേപോലെ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എനിക്ക് അങ്ങനെ എംബ്രോയിഡറി ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ സിൽക്ക് ത്രെഡ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്യുലിപ്പ് നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അയൺ നീഡിൽ യൂസ് ചെയ്യുന്നില്ല. ഞാനും സ്റ്റാർട്ട് ചെയ്തത് ട്യുലിപ്പിൻ്റെ നീഡിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ബീഡ്സ് വെച്ചിട്ടുള്ളതൊന്നുമല്ല, ഈ ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഇടുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇന്നത്തെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞത് എത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സരി ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഇടുക എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ ബീഡ്സ് ഇട്ടിട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ്, അയ്യോ സോറി, ഞാൻ കെട്ടിട്ട് പോയി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിത് എങ്ങനെയാണ് ഞോട്ട് ഇടുക എന്ന് നോക്കാം. ഒരു ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 2-3 വട്ടം ഇങ്ങനെ ചുറ്റിയെടുക്കുക. അതിന് ശേഷം ഒന്ന് സാധാരണ പോലെ കെട്ടിട്ട് കൊടുക്കുക. അതിങ്ങനെ ആക്കിയിട്ട് അതിൽ എക്സസ് വന്നിട്ടുള്ള ആ ത്രെഡ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെയാണ് ഞാൻ കെട്ടിടാറ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കെട്ട് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് ക്യാമറയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് ക്യാമറ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആരി വർക്കിനെ കുറിച്ചിട്ട് നോക്കാം. ശരിക്കും ഇത് എന്താ പറയുക, സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമൊക്കെ സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ആരി സ്റ്റാൻഡ് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അതുപോലെ പെട്ടെന്ന് വാങ്ങുക എന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സാധാ ഒരു സ്റ്റാൻഡിന് 500 ആ ഒരു റേഞ്ചൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതൊക്കെ മതി, പഠിച്ചെടുക്കാനല്ലേ ഇതൊക്കെ മതി. അപ്പോൾ ഇതിൽ വെച്ചിട്ട് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് നോക്കാം. നമ്മളിവിടെ എൻഡ് നോട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ താഴെവശത്ത് ഒന്നും കൂടി ട്രാൻസ്പെറൻ്റ് ആയ കാരണം താഴെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ലാസ്റ്റ് ടൈം ഞാൻ എറണാകുളത്ത് പോയപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് പെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 150 രൂപയാണ് കേട്ടോ. ഇതിൽ എത്ര പീസ്, 50 പീസും കണ്ടും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതേ വൈറ്റ് കളറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് അയൺ ഇറേസബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വരയ്ക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു എവിടെ നിന്ന് വരയ്ക്കുക, ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തു. കുറച്ച് കഴിയുമ്പോഴേക്കും കളർ വരും. സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി ആ ത്രെഡിൻ്റെ എൻഡ് നോട്ട് ഇവിടെ വയ്ക്കാം. നമ്മുടെ ഒരു കൈ നമ്മുടെ എപ്പോഴും ഈ താഴെ ഭാഗത്ത് ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നീഡിലെടുത്തിട്ട് കുത്തുക.
ഈ ത്രെഡ് ഇങ്ങനെ വലിക്കുക. എന്നിട്ട് ആ വരയിൽ അടുത്തതായിട്ട് കുത്തുക, വലിക്കുക. അതായത് ഇതെനിക്ക് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഇങ്ങനെ എപ്പോഴും ഈ ത്രെഡ് ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്യണം. അടുത്തത് വലിക്കാം. അതായത് ഇതിൻ്റെ ഈ നിബ്ബ് കണ്ടോ, ഇവിടെ ചെറിയൊരു കൊളുത്ത് പോലൊരു സംഭവമുണ്ട്. ആ കൊളുത്തിലിട്ടിട്ടാണ് നമ്മൾ ഈ ത്രെഡ് ഇങ്ങോട്ട് വലിച്ചെടുക്കേണ്ടത്. കണ്ടോ, ഈ ത്രെഡ് നമ്മളിതേ പോയി. ഈ ആരി വർക്ക് ചെയ്യുമ്പോഴുള്ള മെയിൻ പ്രശ്നമാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കോർത്ത് വെച്ചതൊക്കെ ഇതെങ്ങനെ ഒരു വലിക്ക് പോവും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ നൈലോൺ ത്രെഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ത്രെഡിനേക്കാൾ ഈസിയാണ് നൈലോൺ ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, ഇങ്ങനെയാണ് കുത്തി ഈ പോയിന്റിൽ കുത്തി വലിക്കുമ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കിട്ടുന്നത്. ഒന്നുമില്ല, ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും ആൾക്കാർക്ക്. കാരണം നമ്മളിത് കാണുന്നില്ലല്ലോ താഴെ എന്താ നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ താഴെ ജസ്റ്റ് ഈ ത്രെഡ് ഒന്ന് പിടിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ടൈറ്റ് ആയിട്ട് മുകളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താഴെ പിടിച്ചു കൊടുക്കുന്നത്. അയ്യോ, സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മളിത് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചെയിൻ സ്റ്റിച്ച് ഇട്ട് പോകാനായിട്ട് പറ്റും. ആരി വർക്ക് അറിയുന്ന എനിക്ക് തന്നെ ഇത് കുറച്ച് ടാസ്ക് ആണ്. അപ്പോൾ പിന്നെ ബിഗിനേഴ്സിന് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ട് തോന്നും സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ പോകെ എന്തായാലും ശരിയാവും. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ലാസ്റ്റ് വരെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് എൻഡ് നോട്ട് ഇടാന്നും കൂടിയിട്ട് നോക്കാം. ഞാൻ ഒന്നും കൂടി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സ്റ്റാൻഡില്ലാത്ത കാരണം നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു റിങ്ങും ഹോൾഡ് ചെയ്യണം, റിങ് കയ്യിൽ ഹോൾഡ് ചെയ്യണം, അതേപോലെ ഈ ഒരു ത്രെഡും ഹോൾഡ് ചെയ്യണം, ഇവിടെ മുകളിലൂടെ വർക്കും ചെയ്യണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയാം. കാരണം നമ്മുടെ വർക്ക് നമ്മൾ പിന്നീട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി റിങ് മാത്രം വാങ്ങിയാൽ മതിയാവും, പിന്നെ നീഡിലും. ഇത് കണ്ടോ, ബാക്ക് വശം ഇങ്ങനെ വരും. ഞാൻ ജസ്റ്റ് ഇവിടെ ഇതിങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് എൻഡ് നോട്ട് എങ്ങനെ ഇടാമെന്നും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എൻഡ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലാസ്റ്റ് നമ്മൾ ചെയ്ത് നിർത്തിയിട്ടുള്ളതാണിത്. ഇതിലൂടെ അതിൻ്റെ നെക്സ്റ്റ് ലൈനിലായിട്ടൊന്ന് കുത്തിയിട്ട് ഇതിങ്ങനെ എടുക്കുക. അതിൻ്റെ ഉള്ളിലൂടെ ആദ്യം ഇങ്ങനെ നമ്മൾ ഒരെണ്ണം നിർത്തിയിട്ടില്ലേ, അതിൻ്റെ നെക്സ്റ്റ് ആ ലൈനിൽ കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വേണം ഈ ഒരു ത്രെഡ് വലിച്ചെടുക്കാൻ. എന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ളതില്ലേ, ആ ത്രെഡ് പിടിച്ചിട്ട് വലിക്കുക. ഇപ്പോൾ ഒരു കെട്ട് വന്നിട്ടുണ്ടാവും. ഇത്ര വലുതാണെന്ന് വിചാരിച്ചിട്ട് ഇത്ര വലിയത് ഇവിടെ കാണുന്നുണ്ടല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് താഴത്തേക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകെ നമുക്ക് ആ കെട്ടിൻ്റെ വലുപ്പം ചെറുതായിട്ട് വരും. അപ്പോൾ ഇത് നമ്മളൊരു ലൈന് സരി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ട്യുലിപ്പ് നീഡിലും ഈ ഒരു സരി ത്രെഡും വെച്ചിട്ട് ചെയിനിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ചെയ്തിട്ടുള്ളത്. എൻഡ് നോട്ട് ഇടാനും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പഠിക്കണം എന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറേ പേർക്കൊക്കെ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പിന്നെയും പറഞ്ഞുതരാം. അതേപോലെ അപ്പോൾ ഞാൻ ഇനി പറ്റിക്കൊന്നുമില്ല, ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.